Hi all, welcome to SRK Triple class. നമ്മൾ ഈ സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസർ ഡയഗ്രാം ഓഫ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഒരു ഫേസർ ഡയഗ്രാം, ഒരു നോ ലോഡിലെ ട്രാൻസ്ഫോമറിലെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ള സ്റ്റെപ്സ് ഉൾപ്പെടെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ് നമ്മൾ എ സി സപ്ലൈ കണക്ട് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡറി സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ സെക്കൻഡറി സൈഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു നോ ലോഡ് എന്നുള്ള കേസ് നമ്മൾ പറയുന്നത്. വി ക്യാൻ ഡ്രോ എ ട്രാൻസ്ഫോമറിൻ്റെ കോർ ആയി. ഇപ്പോൾ കോറിൽ നമ്മളൊരു പ്രൈമറി വൈൻഡിങ്, സോ ദിസ് അയൺ കോർ, ഒരു അയൺ കോറുണ്ട്. അപ്പോൾ ഈ അയൺ കോറിൽ സപ്പോസ് ഇപ്പോൾ ഞാൻ മേക്കിംഗ് ഒരു വൈൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്, പ്രൈമറി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ വൈൻഡിങ്ങിലായിരിക്കും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന V1 എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ഇതിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്, കറണ്ട് LB ആയി. അതേപോലെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ലോഡ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. സോ സെക്കൻഡറി സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. സെക്കൻഡറി സൈഡ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഇവിടെ there is no current, so directly we can write the secondary current is 0. സോ അവിടെ സെക്കൻഡറി കറണ്ട് 0 ആയത് കാരണം സെക്കൻഡറി കറണ്ട് 0 ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, there is no load. അപ്പോൾ whenever we are providing പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മൾ എപ്പോഴാണോ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും. ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് സെക്കൻഡറി സൈഡിൽ ലിങ്ക് ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതായത് ഇൻഡ്യൂസ്ഡ് EMF E2 എന്ന് പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. പക്ഷേ V2 എന്നുള്ളത് ഉണ്ടാവത്തില്ല, കാരണം അവിടെ ലോഡൊന്നും ഇല്ല, കാരണം കറണ്ട് 0 ആണ്. V2 വി ക്യാൻ സേ സംബാട്ട് എന്താ നമുക്ക് പറയാം, സെക്കൻഡ് ലോഡ് കണക്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് V2 E2 ഈക്വൽ ആണെന്ന് പറയാം. V2 E2 ഈക്വൽ ആണ്, സിൻസ് ഇറ്റ്സ് ആൻ ഓപ്പൺ സർക്യൂട്ട്. I2 0 ആണ്. ഓക്കെ, V2 E2 ഈക്വൽ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇവിടെ V1 കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF V1 എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. വി ക്യാൻ ടോക്ക് അബൌട്ട് നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു 5m sin ωt എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF, പ്രൈമറി സൈഡിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF E1 എന്ന് പറയുന്നത് എന്താ, -N1 × dϕ/dt എന്ന് നമുക്ക് എഴുതാണ്. പാരഡൈസ് ലെൻസസ് ലോ അനുസരിച്ച് നമുക്ക് E1 is equal to -N1 × dϕ/dt എന്ന് എഴുതാം. ദാറ്റ് ഈസ് -N1 × d/dt ഓഫ് 5m sin ωt എന്ന് നമുക്ക് എഴുതാം. സോ അപ്പം ഇതിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തൊക്കെ നമ്മൾ എഴുതുമ്പം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തോ N1 ω 5m, ഓക്കെ, N1 ω 5m cos ωt എന്നായിരിക്കും വരുന്നത്, -cos ωt എന്നായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -cos ωt can be written as N1 ω 5m sin of ωt minus π/2. അപ്പോൾ ഇതിൽ തന്നെ ക്ലിയർ ആണ്, E1 എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഫ്ലക്സിനെ ലാഗ് ചെയ്യുന്നു. അപ്പോൾ E1 ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ E2 എന്തുമായിരിക്കും, സെയിം ഇക്വേഷൻ N2 ω 5m സൈൻ ഓഫ് ωt മൈനസ് π/2 എന്ന് പറയുന്നതായിരിക്കും. സോ അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർ ആണ് E1 E2 എന്തോ ഫ്ലക്സിനെ ലാഗ് ചെയ്യുകയാണെന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിനെയാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് there is no resistance in the winding, there is no ohmic resistance എന്ന് അസ്യൂം ചെയ്യും. we are assuming there are no ohmic resistance. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്ങിൽ അപ്ലൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഓൺലി വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾ പറയാം ഐഡിയൽ ട്രാൻസ്ഫോമർ ആയത് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കാരണം ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. ഇവിടെ ഓമിക് റെസിസ്റ്റൻസ്, ദർ ഇസ് നോ വൈൻഡിങ് റെസിസ്റ്റൻസ്. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് റെസിസ്റ്റൻസ് 0 ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ വൈൻഡിങ് റെസിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ലോസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് E1 എന്ന് നമുക്ക് എഴുതാം. V1 is equal to minus of E1, that is equal to -N1 ω 5m
സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് V1 E1 ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബട്ട് സെക്കൻഡറി സൈഡിൽ എന്താണ് ഇവിടെ കറണ്ട് 0 ആയത് കാരണം ദർ ഇസ് നോ വോൾട്ടേജ് ഡ്രോപ്പ്. അത് കാരണം നമുക്ക് എന്താ V2ഉം E2ഉം ഈക്വൽ എന്ന് നമുക്ക് പറയാം. V2 and E2 ആർ ഈക്വൽ. സോ ഇതാണ് ഫേസർ ഡയഗ്രത്തിലെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അവിടെ ഇന്ന് കറണ്ട് മാർക്ക് ചെയ്യാണ്. E1 E2 എന്നുള്ളത് കറണ്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, സോറി കറണ്ട് അല്ല, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EM V1 E2 എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും. അത് ഓൾവേസ് 9 ഡിഗ്രി ലാഗ്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൽ നമ്മൾ വരുന്ന കറണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് എന്തുണ്ടാവും, അയൺ ലോസ് ഉണ്ടാവും. അയൺ ലോസ് എന്ന് പറയുന്നത് എന്തോ ഹിസ്റ്ററിസ് ലോസും എഡി കറന്റ് ലോസും കൂടെ ചേരുന്നതാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സൈഡിൽ ലോസ് ഒന്നും ഉണ്ടാവത്തില്ല അവിടെ, കാരണം കറണ്ട് ഇല്ലാത്തത് കാരണം ദർ ഇസ് നോ ലോഡ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫേസർ ഡയഗ്രാം, നോ ലോഡ് കണ്ടീഷനിലെ ഫേസർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ടു ഫോളോ ടു ഡ്രോ ദ ഫേസർ ഡയഗ്രാം. നൗ the first thing phi, we are considering phi എന്ന് പറയുന്നത് എന്താണ്, phi equal to phi m sin omega t, that is my reference. Now so the function of magnetic, അപ്പോൾ ഈ ഫ്ലക്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താ, there should be a current which will be flow through the circuit. അതിനെയാണ് എന്താ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഫ്ലക്സ് അല്ലെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുക, that current is always in phase with the flux എന്നാണ്. അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലക്സിന് ഇൻ ഫേസ് ആണ്. സോ അതുകൊണ്ട് IM എന്ന് പറയുന്ന കറണ്ടും ഫ്ലക്സിന് ഇൻ ഫേസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ നേരത്തെ ഇക്വേഷൻസിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, E1 is equal to N1 omega phi m sin omega t minus pi by 2 എന്ന് നമ്മൾ പറഞ്ഞു. E2 സെയിം ഇക്വേഷൻ N2 phi omega sin omega t minus pi by 2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. അപ്പൊ രണ്ടും ഇൻഡ്യൂസ്ഡ് EMFും ഫ്ലക്സിനെ ലാഗ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസർ ഡയഗ്രത്തിലെ ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്ത് നമ്മൾ E1ഉം E2ഉം മാർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് V1 നമ്മൾ അപ്ലൈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി, അല്ലെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അപ്പം ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തോ അപ്ലൈഡ് വോൾട്ടേജ്. അപ്ലൈ വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തപ്പം അപ്ലൈ വോൾട്ടേജിന്റെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് V1 is equal to minus E1 എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ്, ഓമിക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കാരണം അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് is only opposes the induced EMF in the primary winding. അതുകൊണ്ട് നമുക്ക് എഴുതാം അപ്ലൈഡ് വോൾട്ടേജ് V1 is drawn equal and opposite to the induced EMF E1. E by V1. Now the next step എന്ന് പറയുന്നത് എന്താണ്, we have to draw an active component IW. ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നതിന് നമുക്ക് പറയാം വർക്കിംഗ് കമ്പോണന്റ് കറണ്ട് എന്ന് പറയാം. അപ്പം മെയിൻലി രണ്ട് കറണ്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന് മാഗ്നറ്റൈസിങ് കറണ്ട് ഫ്ലക്സിന് ഇൻ ഫേസ് ആയിട്ട്, ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് ദി അപ്ലൈഡ് വോൾട്ടേജ് അഥവാ ഇൻ ക്വാഡ്രേച്ചർ വിത്ത് ദ ഫ്ലക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ IW എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ഇൻ ഫേസ് ആണ്. സോ ഐ ഡ്രോ ദ IW ഹിയർ. ഇനി മനസ്സിലാക്കേണ്ടത് ഈ IW IM എന്ന് പറയുന്ന ഈ രണ്ട് കറണ്ട്, വർക്കിംഗ് കറണ്ടിന്റെയും മാഗ്നറ്റൈസിങ് കറണ്ടിന്റെയും വെക്ടർ സം അല്ലെങ്കിൽ ഫേസർ സം ആണ് നോ ലോഡ് കറണ്ട് I0 എന്ന് പറയുന്നതായിരിക്കും. IWയുടെയും IMന്റെയും വെക്ടർ സം ആണ് നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്കത് ഇവിടെ നോക്കാം. അതിനുവേണ്ടി ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും I0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫേസർ സം. നൗ പ്രൈമറിയിൽ എന്താണ്, ദർ ഇസ് നോ റെസിസ്റ്റൻസ്, സോ ദർ ഇസ് നോ കോപ്പർ ലോസ്. സെക്കൻഡറി ലോസസും 0. സോ അതുകൊണ്ട് സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് 0. ദാറ്റ് ഈസ് I2 എന്ന് പറയുന്നത് 0 ആണ്. ദർ ഇസ് നോ കറണ്ട് ഇൻ ദ സെക്കൻഡറി സൈഡ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യം എന്ന് പറയുന്നത് ദർ ഇസ് എ പവർ ഫാക്ടർ അല്ലെ. ഇപ്പൊ V1ഉം I0, ദാറ്റ് ഈസ് V1നും I0 തമ്മിലുള്ള ആംഗിൾ ആണ് Φ0 എന്ന് പറയുന്നത്, Φ0 എന്ന് പറയുന്നത്. ദാറ്റ് ആംഗിൾ ഇസ് കോൾഡ് ആസ് നോ ലോഡ് പവർ ഫാക്ടർ ആംഗിൾ അഥവാ
ഫേസ് ആംഗിൾ Φ0 നമുക്ക് നോ ലോഡ് പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയാം. അതർവൈസ് ഇതിനെ ഹിസ്റ്റീരിയസ് ആംഗിൾ ഓഫ് അഡ്വാൻസ് എന്നും പറയാറുണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹിസ്റ്ററിസിസ് ആംഗിൾ ഓഫ് അഡ്വാൻസ്. ഹിസ്റ്ററിസിസ് ആംഗിൾ ഓഫ് അഡ്വാൻസ് എന്നും പറയാറുണ്ട് ഈ Φ0 എന്ന് പറയുന്ന ആംഗിളിനെ. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു നോ ലോഡ് ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് കണ്ടീഷനിൽ വെക്ടർ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാം. ഇൻഡ്യൂസ്ഡ് ഇ എം അപ്പം V1 is equal to minus E1 പോലെ V2 is equal to E2 ആണ്. സോ ഹിയർ ഓൾസോ വി കൻ റൈറ്റ് ലൈക്ക് ദിസ്, E2 is equal to V2. അപ്പോൾ ഫേസർ ഡയഗ്രം നമ്മൾ വരച്ചത് ആദ്യം ഫ്ലക്സ് വരച്ചു. ഫ്ലക്സിന് ഇൻ ഫേസ് ആയിട്ട് മാഗ്നറ്റൈസിങ് കറണ്ട് വരച്ചു. മാഗ്നറ്റൈസിങ് കറണ്ടിന്റെ അപ്പൊ ഫ്ലക്സിന് 90 ഡിഗ്രി അപ്പാർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EF എന്ന് പറയുന്ന ഫ്ലക്സിനെ ലാഗ് ചെയ്തു E1 and E2. E1ഉം V1ഉം ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അതുകൊണ്ട് നേരെ E1 ഓപ്പോസിറ്റ് ആയിട്ട് V1 നമ്മൾ വരച്ചു. Then there is a working component of the current IW that is always in phase with the current or quadrature with the flux. IW വരച്ചു. So there will be two components, one active component and one magnetizing component. ഇത് രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ് I0 എന്ന് പറയുന്നത്. That is our no load current, the vector sum of the no load current. So one more thing, if this angle is Φ0, ഈ ആംഗിൾ Φ0 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ what is IE? So what is IW? IW എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് കറണ്ട് എന്ന് പറയുന്നതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? That is equal to, ഇതിനെ റിസോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ this is I0. So it has two components. This is I0 cos Φ0 and this is I0 sin Φ0. അപ്പോൾ IW നെ നമുക്ക് I0 cos Φ0 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് I0 sin Φ0 എന്നും നമുക്ക് റിപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? cos Φ0 ഉം IW is equal to I0 cos Φ0 and IM is equal to I0 sin Φ0 എന്ന് നമുക്ക് പറയാം. So in this it is clear I0 is equal to root of IM square plus IW square എന്നും വേണമെങ്കിൽ എഴുതാം. I0 is equal to root of IM square plus IW square ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? We get the points. Clear? Now ഇനി അടുത്ത മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് ഞാൻ പറയാണ്. എന്താ കാര്യങ്ങൾ ഓർത്തിരിക്കണം? The no load primary current I0 called the exciting current is very very small when compared with the full load current. അപ്പോൾ no ലോഡിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. അത് എപ്പോഴും 2 to 5% മാത്രമേ ഫുൾ ലോഡ് കറണ്ടിന്റെ 2 to 5% ആയിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഈ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് no load current is made of relatively large quadrature or magnetizing component and a comparatively small in phase working component IW. So no load condition power factor എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അത് ഓർക്കുക. Power factor of the transformer is at no load condition is very small. The power factor range is 0.1 to 0.2 ആയിരിക്കും. 0.1 to 0.2 ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് no load primary copper loss is very small and it may be neglected. So no load primary input power is practically equal to the iron loss occurring in the core of the transformer. But transformer la primary side il copper loss and core loss undengi copper loss illa. There is no copper loss. Practically it will be very very small, so we can neglect the copper loss. Only core loss ആയിരിക്കും main component എന്ന് പറയുന്നത്. Then since the permeability of the core material varies with the instantaneous values of the exciting current, very important, exciting current, even though നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്ലക്സ് സൈനുസോയിഡൽ ആയിട്ടാണ് നമ്മൾ കിട്ടുന്നതെങ്കിലും അവിടെ ഫ്ലക്സ് ഉണ്ടാവാൻ ആയ കറണ്ട് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ sinusoid, not a purely sinusoidal wave, because due to the non-linearity of the material. കാരണം എപ്പോഴും ബി എച്ച് കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കത്തില്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ സാച്ചുറേറ്റഡ് ആവുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും പ്യുവർലി സൈനുസോയിഡൽ ആയിട്ട് ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഓർക്കുക. ഈ മാഗ്നറ്റൈസിങ് കറണ്ട് പ്യുവർലി സൈനുസോയിഡൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കത്തില്ല? സൈനുസോയിഡൽ ആയിരിക്കത്തില്ല. ദാറ്റ് വിൽ ബി എ ഫ്ലാറ്റ് ടോപ്ഡ് സൈൻ വേവ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഐ ഹോപ്പ് ഇൻ ദിസ് വീഡിയോ
ഫേസർ ഡയഗ്രാം ഓഫ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം അതിന്റെ ഇക്വേഷൻസ് നമ്മൾ നോക്കി. ആ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഫേസർ ഡയഗ്രാം വരച്ചു, ഫേസർ ഡയഗ്രത്തിലെ ഓരോ സ്റ്റെപ്സും നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ അത് ആ സ്റ്റെപ്സ് വെച്ച് നമുക്ക് കൺസെപ്റ്റ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.